ആരാധനയ്ക്ക് ശക്തിയുണ്ട്. സ്തോത്രം ഒരു യാഗമാണ്. ആ യാഗത്തിൽ അത്യന്ത ശക്തി വ്യാപരിക്കുന്നുണ്ട്. ഇന്നു പകൽ നിങ്ങൾ ആരാധിക്കുവാൻ സമയമെടുക്കണം. നിങ്ങൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ പ്രവാചകനായ യെശയ്യാവ് ഒരു കാഴ്ച കണ്ടു. ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ കർത്താവിരിക്കുകയാണ്. ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ച സാറാഫുകൾ തമ്മിൽ തമ്മിൽ പറയുകയാണ്, ഇവൻ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. അവർ ഉച്ചത്തിൽ ആർക്കുകയാണ്. യെശയ്യാ പ്രവാചകൻ കണ്ടത് ആരാധനയാണ്. സ്വർഗത്തിൽ സിംഹാസനത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ദർശിക്കുന്ന ദൂതന്മാർ ദൈവത്തെ ആരാധിക്കുകയാണ്. അവർ ആർപ്പിടുകയാണ്. ഇന്നു പകൽ ഈ വചനം കേൾക്കുന്നവരോട് ഞാൻ ആവർത്തിച്ചു പറയുന്നു, നിങ്ങൾ ആരാധിക്കാൻ സമയമെടുക്കണം. എങ്ങനെ ആരാധിക്കണം? നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം കണ്ട് ആരാധിക്കണം. വചനം നമുക്ക് തരുന്ന വെളിച്ചം സത്യമാണ്. ദൈവം പരിശുദ്ധനാണ്. മഹത്വം കണ്ടവരാണ് ആരാധിക്കേണ്ടത്. ദൈവവചനം നിങ്ങൾക്ക് ചില കാഴ്ചകളെ കാണിച്ചു തരും. പ്രിയപ്പെട്ടവരെ, യെശയ്യാവ് അത് കണ്ടു എന്നുള്ളത് സത്യമാണ്. എന്നാൽ അത് യെശയ്യാവിന് വേണ്ടി സെറ്റ് ചെയ്ത ഒരു ആരാധനയല്ല. 24 മണിക്കൂറും രാപ്പകൽ മൂപ്പന്മാർ കിരീടങ്ങൾ താഴെയിട്ട്, ദൂതന്മാർ, സറാഫുകൾ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച ദൈവം ഒന്ന് കാണിച്ചു കൊടുത്തതാണ്. എപ്പോഴും ആരാധന നടക്കുകയാണ്. നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പകലിലും ആരാധന നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കതിലേക്കൊന്ന് പ്രവേശിക്കാൻ ഇന്ന് പകൽ അവസരമുണ്ട്. ദൈവം പരിശുദ്ധനാണ്. പ്രിയപ്പെട്ടവരെ, ആരാധനയിൽ എന്തൊക്കെ നടക്കുമെന്നും, ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്നും വാഗ്ദത്ത കനാനിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്ത കനാൻ കാണുവാൻ കഴിയാതെ, അതിലേക്ക് കടക്കുവാൻ കഴിയാതെ ഒരു വൻമതിൽ നിൽക്കുകയാണ്. അതൊരു വലിയ മതിലാണ്. 3 രഥങ്ങൾ സഞ്ചരിക്കത്തക്കവണ്ണം വീതിയുള്ള ഒരു മതിൽ. അത്ര വലിയ മതിൽ കണ്ട് ജനമെല്ലാം ഭാരപ്പെട്ടപ്പോൾ ദൈവം പറഞ്ഞത് എന്താണെന്നോ? നിങ്ങൾ ആ വൻമതിലിനെ ഒന്ന് 7 ദിവസം ചുറ്റണം. 6 ദിവസം ഒരു പ്രാവശ്യം ചുറ്റണം. എന്നാൽ 7-ാമത്തെ ദിവസം 7 പ്രാവശ്യം ചുറ്റണം. നിയമപ്പെട്ടകം നിങ്ങളുടെ മുൻപേ പോകണം. 7-ാമത്തെ ദിവസം 7-ാം പ്രാവശ്യം ചുറ്റുമ്പോൾ പുരോഹിതന്മാർ കാഹളം ഊതണം. കാഹളത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ജനമെല്ലാം ഉച്ചത്തിൽ ആർപ്പിടണം. പ്രിയപ്പെട്ടവരെ, അവർ അങ്ങനെ ചെയ്തപ്പോൾ, അവർ ഒന്ന് ആർപ്പിട്ടപ്പോൾ ആ വൻമതിലിടിഞ്ഞു വീണു. നിന്റെ ആരാധനയ്ക്ക് ശക്തിയുണ്ട്. എത്ര വലിയ പാരമ്പര്യമാണെങ്കിലും, എത്ര വലിയ വൻമതിലാണെങ്കിലും, ഇന്നു പകൽ
നിന്റെ സ്തോത്രത്തിന് മുൻപിൽ ഇടിയും. നിന്റെ തടസ്സങ്ങളെ ദൈവം നീക്കുകയാണ്. വിശ്വസിച്ച് ഏറ്റെടുക്കുക. ആരാധനയ്ക്കായി സമയം വേർതിരിക്കുക. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.